എല്ലാവർക്കും പാട്ടുകൾ കേൾക്കാൻ വലിയ ഇഷ്ടമാണല്ലേ? പാട്ട് കേൾക്കാൻ ഡെഫിനറ്റ്ലി യെസ്. ഐക്കെ കൊണ്ട് നമുക്കൊരു പാട്ട് പാടിച്ചു നോക്കിയാലോ? ഓക്കെ, ഞാൻ വരാം. ഞാൻ അങ്ങോട്ടേക്ക് വരാം. പിന്നെ ചേട്ടാ ഒരു 2 ഡിജിറ്റ് നമ്പർ ഏതെങ്കിലും ഒരു നമ്പർ പറയാമോ? 24. ഇനി മാറ്റണമെങ്കിൽ മാറ്റാം. ഇനി അവസാനം മാറ്റില്ലെന്ന് കുറ്റബോധം തോന്നിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 42. നേരെ തിരിച്ചിട്ടു. പെട്ടെന്ന് എല്ലാം വളരെ പെട്ടെന്ന്. ഞാൻ അങ്ങോട്ട് വരട്ടെ. അതിനകത്ത് ഞാൻ എൻ്റെ കുറച്ച് പാട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകൾ, കേൾക്കാൻ ഇഷ്ടമുള്ള കുറച്ച് പാട്ട്, എൻ്റെ പാട്ട് പെട്ടി ബുക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ കുറച്ച് പാട്ടുകൾ ഏതൊക്കെ ഒന്ന് ഉറക്കം വായിക്കാമോ? വെണില ചന്ദനക്കണ്ണം മനരാഗ വിലോചനായി ഉയരേ കരിമഴിക്കുഴി പൂമുത്തോളെ, അങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് പാട്ടുകളുണ്ട്. ഞാൻ ഇത് ഇക്കരെ കൈ തരുന്ന സമയത്ത് ഒരൊറ്റ പേജ് ജസ്റ്റ് നോക്കുക. അതിൽ ഏത് പാട്ടാണെന്ന് എഴുതിയിരിക്കും. ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. ഒരൊറ്റ പേജ് എന്നെ കാണിക്കേണ്ട, ഒരൊറ്റ പേജ് കണ്ടോ? അതേപോലെ അടച്ചു വയ്ക്കാം. ഇക്ക വേറൊരു കാര്യം, ആരാ ചേട്ടാ നമ്പർ പറഞ്ഞില്ലേ? 42 അല്ലേ പറഞ്ഞു? 42. നമുക്ക് നോട്ട്സിലേക്ക് പോവാം. ഇതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നോട്ട്സിലായാലും ഞാൻ ടൈപ്പ് ചെയ്തിടും. ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകൾ. ഏത് പാട്ടാണെന്ന് പറയണ്ട, ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. കിട്ടി. ഏത് പാട്ടാണെന്ന് ഓർമ്മ ഉണ്ടല്ലോ? നീ വറക്കുന്നുണ്ടല്ലോ. കൈ വറക്കില്ല. 2 അടിച്ചില്ല, അതുകൊണ്ടാ. പക്രുചേട്ടൻ്റെ മനസ്സിലൊരു പാട്ടുണ്ട്, ഇക്കയുടെ മനസ്സിലൊരു പാട്ടുണ്ട്. ചേട്ടാ ആ പാട്ടൊന്ന് മനസ്സിൽ പാടിക്കൊണ്ടിരിക്കാം. മനസ്സിൽ പക്രുചേട്ടനാണോ? പക്രുചേട്ടൻ മനസ്സിൽ പാടിക്കൊണ്ടിരിക്കാമോ? ഇക്ക ഒന്ന് സ്റ്റേജിലേക്ക് വരാമോ? ഞാൻ 1, 2, 3 കൗണ്ട് ചെയ്യുന്ന സമയത്ത് ആ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? ഈ പാട്ടിന്റെ ട്യൂൺ നിനക്ക് അറിയാതെ? പുള്ളിക്കാരൻ പാടുന്ന ഏതാന്നുള്ളതാണോ നാദിക്കിപ്പോ പാടാൻ പോകുന്നത്? ട്യൂണൊക്കെ മാറിപ്പോണം. അവൻ അവിടെ നിന്ന് പാടണം. ട്യൂണൊക്കെ അതായിരിക്കും, പിച്ച് ഇച്ചിരി മാറ്റം ഉണ്ടാവും. അത് സാരമില്ല. ഓക്കെ, റെഡിയാണോ? പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ. ആണോ? അത് തന്നെ. നല്ല രസമായിരുന്നു. നല്ല പ്രസന്റേഷൻ, നല്ല കോൺഫിഡൻസ് ചെയ്യുന്ന പരിപാടി. ഗംഭീരമായിരുന്നു.